നല്ല പഞ്ഞി പോലത്തെ പുട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. പുട്ടുണ്ടാക്കാൻ അറിയില്ലാത്തവർക്ക് ഈ പുട്ട് മാവ് വെള്ളം നനയ്ക്കാതെ വറുക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പഞ്ഞി പോലത്തെ പുട്ടാണ്. ഒരിക്കൽ കഴിച്ചാൽ നമുക്ക് എപ്പോഴും നമുക്ക് ഇതിൻ്റെ നാവിൽ രുചി ഉള്ളത് കാരണം നമുക്ക് എപ്പോഴും കഴിക്കാൻ തോന്നും. എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു നല്ല ഒരു പുട്ടാണ് ഇത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ല ചമ്പാവരി പുട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. എളുപ്പം നമുക്ക് വെള്ളം നനയ്ക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ് കാണിക്കുന്നത്. ഇത് പൊടിച്ച് കഴിഞ്ഞാൽ വെള്ളം നനയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് രാത്രി കിടക്കാൻ നേരെ 1 കപ്പ് ചമ്പാവരി ഇട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം കുതിർക്കാൻ വെച്ചു. രാവിലെ എണീറ്റ് പൊടിച്ചതാണ്. ഇത് വറുക്കുകയോ ഒന്നും വേണ്ട, ഈ മാവ് നനയ്ക്കുകയും വേണ്ട. രാവിലെ എണീറ്റ് നല്ലവണ്ണം കഴുകിയിട്ടിട്ടത് കാരണം നല്ല വെള്ളത്തിലാണ് കിടക്കുന്നത്. അതിനെടുത്ത് ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചമ്പാവരിയാണ്, ചുവന്ന അരിയിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇത് നമുക്കിത് അരിപ്പയിൽ വെച്ച് അരിച്ച് വെള്ളം എല്ലാം തോർത്തി കളഞ്ഞതിന് ശേഷം അത്രയും വെള്ളം ഇത് അരിപ്പയിൽ വെച്ച് അരിക്കാവുന്നതാണ്. ഇതിൽ കണ്ണാപ്പയോ എന്തെങ്കിലും എടുത്താൽ മതിയാകും, അല്ലെങ്കിൽ ചായ അരിപ്പോ. വെള്ളം നല്ലവണ്ണം തോർന്നു പോകണം, വെള്ളമൊന്നും പാടില്ല. എന്നിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിൽ ഏകദേശം ഒരു അരഭാഗം മതിയാകും. വലിയ ജാറാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തത്. ബാക്കിയും കൂടെ എടുത്തിട്ട് ഇത് ഒരു പ്രാവശ്യം ഇത് ആദ്യം ഇട്ടത് പൊടിച്ചതിന് ശേഷം ബാക്കി രണ്ടാമതും കൂടി ഇട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. എളുപ്പം തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരിക്കൽ കഴിച്ചാൽ പിന്നീട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളൊക്കെ ഇത് ചോദിച്ച് വാങ്ങി കഴിക്കുന്നതാണ്. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. ഇത് പൊടിച്ചിട്ടുണ്ട്, നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, വക്കിലൊക്കെ ഉള്ളത് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി പൊടിക്കുക. നല്ലവണ്ണം പൊടിച്ചിട്ട് അത് അരിക്കുകയോ യാതൊന്നും വേണ്ട, നനയ്ക്കുകയും വേണ്ട. വെള്ളം ഒരു തുള്ളി പോലും ഒഴിച്ച് നനയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പാത്രത്തിലോട്ട് മുഴുവനും ഇട്ടിട്ട് ഇതെന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുട്ട് ഉണ്ടാക്കാൻ അറിയില്ല, വെള്ളം നനച്ച് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാത്തവർക്ക് പോലും ഈ പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇതിൽ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല. വെള്ളം നനച്ച് കൂടിപ്പോയാൽ അത് ചിലപ്പോൾ അത് ഉരുണ്ട് ഇളകാതെ വരും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഉപ്പ് നോക്കുക. ഞാൻ 1/2 ടീസ്പൂണാണ് ഉപ്പിട്ടത്. ഒരു ഗ്ലാസിൻ്റെ അളവിനനുസരിച്ചിരിക്കും. ഉപ്പ് നോക്കിയിട്ടിടുക. ഉപ്പ് കൂടിയ ബുദ്ധിമുട്ടാണ്, ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഉപ്പ് ഇത് 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ ഞാൻ. എന്നിട്ട് ഒരു പുട്ടിൻ്റെ കുഴലെടുത്തിട്ടുണ്ട്. ഇത് ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ബ്രാസ് അല്ല, ഓടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ആദ്യം ഇട്ടു. തേങ്ങ തിരുമ്മി വെച്ചിരുന്നു. തേങ്ങ ഒരുമിച്ച് തിരുവി ഫ്രീസറിൽ സൂക്ഷിക്കും, അപ്പോൾ അത് കേടാകാതിരിക്കും. അതിൽ നിന്നെടുത്ത് അപ്പോൾ അതൊക്കെ എടുത്ത് ആദ്യം തേങ്ങ ഇട്ടു. ആദ്യം അതിൻ്റെ ചില്ലിട്ടതിന് ശേഷം നമുക്ക് ആദ്യം തേങ്ങ ഇട്ടിട്ട് ഇത് കണ്ട ഇതുപോലെ പിടിക്കണം. ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം മാവ്. തുള്ളി വെള്ളം ഒഴിക്കേണ്ട, വെള്ളമേ ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ പുട്ട് ശരിയാകത്തില്ല. ഇത് വെള്ളം ഒഴിക്കേണ്ട. ഇത് രാത്രി കിടന്ന് വെള്ളം ഈർപ്പമൊക്കെ വലിച്ചെടുത്ത് അത് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുറഞ്ഞതൊരു ഇതൊരു 12 മണിക്കൂറാണ് കുതിരാൻ കിടന്നത്. സാധാരണ ഒരു 6 മണിക്കൂർ മതിയാകും കുതിർക്കാൻ. 6 മണിക്കൊക്കെ ഇട്ടാൽ മതി. എന്നിട്ട് ഞാൻ കുടത്തിൽ വെള്ളം വച്ചതിന് ശേഷം ഒരു 3/4 ഭാഗത്തോളം വെള്ളം വെച്ചു. വെള്ളം വച്ചതിന് ശേഷം വെള്ളം തിളച്ചപ്പോൾ ഈ കുഴലെടുത്ത് വച്ചതിന് ശേഷം നല്ലവണ്ണം ഇതിൽ കൂടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെറിയ ബർണറിൽ ഞാൻ നല്ലവണ്ണം ആവി വരാൻ വേണ്ടി ഇരുന്നു. ആവി വന്നു കഴിഞ്ഞാൽ ഒരു 12 മിനിറ്റ് ആവി കൊള്ളണം. 12 മിനിറ്റെങ്കിലും ആവി നല്ലവണ്ണം കൊണ്ടതിന് ശേഷം ആവി വന്നതിന് ശേഷം ഒരു 12 മിനിറ്റോ ഒരു 15 മിനിറ്റോ ഇരിക്കാം ആവി വന്നതിന് ശേഷം. എന്നാലേ പുട്ട് നല്ലതാകുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുട്ടെടുക്കാവൂ. അപ്പോഴേ അതിൻ്റെ നന്നായിരിക്കത്തുള്ളൂ പുട്ട്. കണ്ടോ, നല്ല റെഡി ആയിട്ടുണ്ട്. 1 ഗ്ലാസ് പുട്ട് കൊണ്ട് 2.5 പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്.